നമസ്കാരം. ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യരുടെ ആകെ എണ്ണത്തെയാണ് ലോക ജനസംഖ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. UN ജനസംഖ്യാ കണക്കുകൾ പ്രകാരം 2011 ഒക്ടോബർ 31 ലോക ജനസംഖ്യ 700 കോടി തികഞ്ഞു. 1804 വരെ ലോക ജനസംഖ്യ 100 കോടിയിൽ എത്തിയിരുന്നില്ല. എന്നാൽ 1927 200 കോടിയായും 59 300 കോടിയായും ഇത് വർദ്ധിച്ചു. 74 400 കോടിയായും 87 500 കോടിയായും വർദ്ധിച്ച ജനസംഖ്യ 1998 600 കോടിയായും 2019 700 കോടിയായും മാറിയത്. ബോസ്നിയയുടെ തലസ്ഥാനമായ സരാജോവോയിൽ പിറന്ന ഒരു കുട്ടിയുടെ പേരാണ് 6 ബില്യൺത്ത് ബേബി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ കുട്ടിയുടെ ജനനത്തോടെയാണ് ലോക ജനസംഖ്യ 600 കോടി തികഞ്ഞതെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1999 ഒക്ടോബർ 12 6 ബില്യൺത്ത് ബേബി ജനിച്ചത്. ഈ കുട്ടിയുടെ യഥാർത്ഥ പേര് അഡ്നാൻ ബെവിക് എന്നാണ്. 2025 ലോകത്തെ ജനസംഖ്യ 8 ബില്യണായും 2083 1000 കോടിയുമായി വർദ്ധിക്കുമെന്നാണ് UN കണക്കുകൾ പറയുന്നത്. ജനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ട സാഹചര്യത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ എത്തിക്കുന്നു. 2025 180 കോടി ജനങ്ങൾ ഗുരുതരമായ ശുദ്ധജലക്ഷാമത്തിന് വിധേയരാകുമെന്നാണ് ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, വൈദ്യുതി പോലുള്ള പ്രാഥമിക ആവശ്യങ്ങൾ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കാൻ സാധിക്കാതെയും വരും. അടുത്ത കാലം വരെയും ജനസംഖ്യയിൽ ഒന്നാമത് നിന്നിരുന്ന രാജ്യമായിരുന്നു ചൈന. പിന്നീട് കടുത്ത ജനന നിയന്ത്രണ നിയമങ്ങൾ അവിടെ നടപ്പിലാക്കുകയുണ്ടാക്കി. കടുത്ത ജനന നിയന്ത്രണങ്ങൾ മൂലം ഇപ്പോൾ ചൈന വയസ്സന്മാരുടെ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജനസഞ്ചയത്തിന് മുഴുവനായി താമസിക്കാനായി ചൈനയിൽ നിർമ്മിച്ച കെട്ടിടം ഇടയ്ക്ക് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഹാങ്ഷൌവിലെ ഖിയാങ്ജിയാങ്ങിലാണ് വലിപ്പം കൊണ്ട് അമ്പരിപ്പിക്കുന്ന ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയമുള്ളത്. റീജന്റ് ഇന്റർനാഷണൽ സെന്റർ എന്നാണ് ഈ കെട്ടിടത്തിന്റെ പേര്. 1000ഉം 10,000ഉമല്ല, മറിച്ച് 30,000 ആളുകൾക്ക് ജീവിക്കാനുള്ള ഇടം ഇവിടെയുണ്ട്. അലീസിയ ലൂ എന്ന ഡിസൈനർ രൂപകൽപ്പന ചെയ്ത കെട്ടിടം 2013 തുറന്നു കൊടുത്തത്. ആകൃതിയിലുള്ള കെട്ടിടത്തിന് ചില ഭാഗത്ത് 36 നിലകളും മറ്റു ചിലയിടങ്ങളിൽ 39 നിലകളുമാണ് ഉള്ളത്. 675 അടിയാണ് ഈ കെട്ടിടത്തിന്റെ ഉയരം. 30,000 ആളുകളെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും നിലവിൽ ഇവിടെ 20,000 ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു കൂരയ്ക്ക് കീഴിൽ ഇത്രയധികം ആളുകൾ പാർക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും ജനനിബിഡമായ കെട്ടിടം എന്ന പേരും റീജന്റ് ഇന്റർനാഷണൽ നേടിയിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കെട്ടിടത്തിൽ തന്നെ ഉണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത. റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റ്, സ്വിമ്മിംഗ് പൂൾ, സലൂൺ, ജിമ്മ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം കെട്ടിടത്തിനുള്ളിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു. ആവശ്യങ്ങളെല്ലാം താമസ സ്ഥലത്ത് തന്നെ ലഭിക്കുമ്പോൾ ആളുകളുടെ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും അതുവഴി നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും മലിനീകരണത്തിനും പരിഹാരമാവും എന്ന കാഴ്ചപ്പാടും കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ട്. എന്നാൽ ഇതാദ്യം ഒരു ഹോട്ടൽ എന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും പിന്നീട് അപ്പാർട്ട്മെന്റുകളാക്കി തിരിക്കുകയുമായിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്. ഒരു കാര്യത്തിനും പുറത്തു പോകാതെ സ്വാശ്രയത്തിൽ കഴിയുന്ന ഒരു സമൂഹം എന്ന ലക്ഷ്യത്തിലാണ് കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവരെയും അല്ലാത്തവരെയും ഒരുപോലെ ഉൾക്കൊള്ളിക്കുന്നതിനായി അപ്പാർട്ട്മെന്റുകളുടെ വലിപ്പത്തിലും സൗകര്യങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ജനാലകൾ ഇല്ലാത്ത താരതമ്യേന ചെറിയ ഫ്ലാറ്റുകൾക്ക് ഏകദേശം $220, അതായത് 18,000 രൂപയോളമാണ് പ്രതിമാസം വാടക വരുന്നത്. ഔട്ട്ഡോർ സ്പേസും സ്വാഭാവിക വെളിച്ചവും വായുവും എത്താനുള്ള സൗകര്യങ്ങളും ബാൽക്കണിയും ഉൾപ്പെടുന്ന വലിയ അപ്പാർട്ട്മെന്റുകൾക്ക് ഏകദേശം $550, അതായത് 45,000 രൂപ വാടക നൽകേണ്ടി വരും. ഒട്ടേറെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും കെട്ടിടത്തിലെ ജീവിതത്തിന് അതിൻ്റെതായ വെല്ലുവിളികളും ഉണ്ടെന്നതിനാൽ ഡിസ്റ്റോപ്പിയൻ അപ്പാർട്ട്മെന്റ് എന്ന വിളിപ്പേരും റീജന്റ് ഇന്റർനാഷണൽ ലഭിച്ചിട്ടുണ്ട്. ഇത്രയും അധികം ആളുകൾ ഒരുമിച്ച് കഴിയുന്നത് മൂലം സ്വകാര്യത നഷ്ടപ്പെടും എന്നതാണ് ഒരു പ്രശ്നം. ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് ലോകം ചുരുങ്ങിപ്പോകുന്നത് അസംതൃപ്തി നിറയുന്ന സാഹചര്യമാണെന്നും കണക്കാക്കപ്പെടുന്നു. ഇത്തരത്തിൽ ജനസാന്ദ്രത കൂടിയ നിരവധി കെട്ടിടങ്ങൾ ചൈനയിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.